പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് പിന്നാലെ അറബ് രാഷ്ട്ര തലവന്മാരുമായി ഫോണിൽ സംസാരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായും ട്രംപ് ചർച്ച നടത്തി. ടെലിഫോണിലൂടെയായിരുന്നു ഈ ചർച്ച. സംഘർഷം തുടങ്ങിയ ശേഷം ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ ഇടപെടലാണിത്. ഇസ്രയേലിന് പിന്തുണ നൽകുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇറാനിൽ ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ ആക്രമണം വിജയകരമെന്നാണ് CNN-നുമായി നടത്തിയ ഒരു ടെലിഫോൺ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്. എന്തെങ്കിലും ബാക്കിയാകുന്നതിന് മുൻപ് ആണവ കരാറിൽ ഒപ്പുവെക്കുവാൻ ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി മുറുകുന്നതിനിടെ ചേർന്ന അടിയന്തര UN സുരക്ഷാ കൗൺസിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അതേസമയം ഇസ്രയേലിനെതിരെ ഇറാൻ പ്രത്യാക്രമണം നടത്തി. ടെൽ-അവീവിലെ വിവിധയിടങ്ങളിലാണ് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 40-ലേറെ പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ആക്രമണത്തിൽ ഇറാന്റെ മതനേതൃത്വം കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഓപ്പറേഷൻ 2 പ്രോമിസ് 3 എന്ന് പേരിട്ട പ്രത്യാക്രമണം ആരംഭിച്ചത്. ഇസ്രയേലിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ തിരിച്ചടി. ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ-അവീവിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ. ജെറൂസലേമിലും തെക്കൻ തുറമുഖ നഗരമായ എലാറ്റിലും അപായ സൈറണുകൾ മുഴങ്ങി. ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം പ്രധാന നഗരങ്ങളിൽ നിന്ന് ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുവാനായി നിർദ്ദേശിച്ചു. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. രാജ്യ തലസ്ഥാനത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് സമീപം തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ടെൽ-അവീവിന് മുകളിൽ കടുത്ത പുകപടലങ്ങൾ ഉയർന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇറാൻ തൊടുത്ത മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. സാധാരണക്കാർക്ക് നേരിലുള്ള പ്രകോപനത്തിന് കനത്ത മറുപടി നൽകുമെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. ഇസ്രയേൽ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇറാൻ സ്ഥിരീകരിച്ചത്. 320-ലധികം പേർക്ക് പരിക്കേറ്റതായും കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷവും സാധാരണക്കാരെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഇന്ത്യയെ നടുക്കിയ വിമാനാപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ AI-171 വിമാനത്തിന് കഴിഞ്ഞ മാസവും സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നതായി വ്യക്തമായി. കേട് തീർത്ത് അടുത്ത ദിവസമാണ് വിമാനം ലണ്ടനിലേക്ക് പറന്നതെന്നും അന്നത്തെ യാത്രക്കാർ പറയുന്നു. മെയ് 1 ഉച്ചതിരിഞ്ഞ് 1:10 പുറപ്പെടേണ്ട വിമാനത്തിൽ സമയമായിട്ടും ബോർഡിംഗ് തുടങ്ങിയില്ല. അകത്ത് കയറ്റിയപ്പോൾ ആകട്ടെ 2 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നുവെന്നും യാത്രക്കാരനായ ശരത് ഡ്രാവർ പറഞ്ഞു. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റുകളും അണഞ്ഞിരുന്നു. ഒടുവിൽ സാങ്കേതിക തകരാർ മൂലം സർവീസ് റദ്ദാക്കിയതായി അറിയിച്ചു. യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി. അടുത്ത ദിവസവും 1.5 മണിക്കൂർ വൈകിയാണ് വിമാനം പറന്നുയർന്നത്. അപകടമുണ്ടായ വ്യാഴാഴ്ച ഇതേ വിമാനം ആദ്യം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് സർവീസ് നടത്തിയിരുന്നു. ശീതീകരണ സംവിധാനം കൃത്യമായിരുന്നില്ലെന്ന് യാത്രക്കാരനായ ആകാശ് ബൽസ വാർത്താ ഏജൻസിയോട് വെളിപ്പെടുത്തിയതാണ്.